താഴെയിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. ഇനിയും ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ ഇനിയൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നുകൂടി അദ്ദേഹം ചേർത്ത് വയ്ക്കുന്നുണ്ട്. എന്തും പറയാവുന്ന മാനസികാവസ്ഥയിലാണ് പ്രധാനമന്ത്രി. ഭരണഘടനയും ഫെഡറൽ സംവിധാനവും ബി.ജെ.പി. ഇല്ലാതാക്കുമെന്നും എം വി ഗോവിന്ദൻ പറയുന്നു. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്ക്. വളരെയേറെ ഗൗരവമുള്ള, പ്രാധാന്യം മാത്രമല്ല വളരെ ഗൗരവമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇപ്രാവശ്യം 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇതിൻ്റെ വലിയ വിശദീകരണത്തിലൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ലളിതമായിട്ട് ഞാൻ പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെയും സംഘപരിവാർ വിഭാഗത്തെയും താഴെ ഇറക്കാൻ നമുക്കാവുന്നില്ല എങ്കിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പാവാനാണ് സാധ്യത. പിന്നെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തുണ്ടാവുമെന്ന പ്രതീക്ഷ വേണ്ട. ഇപ്പോഴും വോട്ട് ചെയ്തത് അവസാനത്തെ വോട്ടാണ് എന്ന് തീരുമാനിക്കേണ്ടി വരും. ഭരണകൂട സംവിധാനമാകെ ആയുധവൽക്കരിച്ച് നമ്മളെല്ലാം നെഞ്ചു നോക്കി പോക്കിൻ കുഴൽ വെച്ച് ഇന്ത്യ ഭരിക്കുമെന്നാണ് ഈ RSSും ബി.ജെ.പിയും സംഘപരിവാരും ഇപ്പോഴും ഭരണഘടനയും മതനിരപേക്ഷതയും ഫെഡറൽ സംവിധാനവും പാർലമെന്ററി വ്യവസ്ഥയും എല്ലാം വേണ്ടെന്ന് വെച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വി വിനോദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദിനോട് രണ്ട് സംശയങ്ങൾ അല്ലെ, രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഒന്ന്, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നു, ബി.ജെ.പിയുടെ രാഷ്ട്രീയം ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളത്. മറ്റൊന്ന്, വടകര വിഷയത്തെ, ഇതിപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയാണ്, അവിടെയാണ് ഇത് പറയുന്നത്. വിനോദ് നമുക്കൊപ്പം ഉണ്ട്. വിനോദ്, ഈ എം വി ഗോവിന്ദൻ പറയുന്നതിൽ രണ്ട് തരത്തിൽ നമുക്കതിനെ വിശദീകരിക്കേണ്ടി വരും. ഒന്ന്, ഈ വടകരയിലുണ്ടായ ഈ അപഖ്യാതി കെ ശൈലജയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു എന്ന ആക്ഷേപം ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കാൻ എം വി ഗോവിന്ദൻ നിലപാടെടുക്കുന്നു. അതായത് അത് വടകരയിൽ മാത്രം ചർച്ചയാക്കുകയല്ല, തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് വേദിയിലും അത് ഉന്നയിക്കപ്പെടുന്നതിലൂടെ വ്യക്തിപരമായി കെ ശൈലജയെ അധിക്ഷേപിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ച് സംസ്ഥാനത്തിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും എല്ലാ സ്ഥാനാർത്ഥികൾക്ക് മുന്നിലും അവർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന ചർച്ചകളിലായി അത് മാറ്റുന്നു എന്ന രാഷ്ട്രീയം കൂടിയുണ്ട്. ഈ എം വി ഗോവിന്ദൻ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഒപ്പം തന്നെ ബി.ജെ.പി. അദ്ദേഹം കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അല്ലെ വിനോദ്? ആ നിലയ്ക്ക് തന്നെയാണ്. മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ കാര്യം എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നില്ല. തിരുവനന്തപുരത്ത് പന്നിന് വേണ്ടിയുള്ള പൊതുസമ്മേളനമാണ്, അവിടെയാണ് തിരഞ്ഞെടുപ്പ് യോഗത്തിൽ ഇത്തരമൊരു പരാമർശം. മാത്രവുമല്ല, ഈ ക്ലിപ്പ് എന്ന പ്രയോഗം, അദ്ദേഹം രണ്ട് കാര്യങ്ങൾ, അശ്ലീലത്തിന്റെ ആ വിവാദം, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു പിണറായി വിജയന്റെ തല മറ്റു ഭാഗങ്ങൾ വേറെ, ശൈലജ ടീച്ചറുടെ തല മറ്റു ഭാഗങ്ങൾ വേറെ, ഈ നിലയ്ക്ക് പ്രചരിപ്പിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ സംഘം അവർ ഷാഫി പറമ്പിലിനൊപ്പം വടകരയ്ക്ക് പോയിരിക്കുകയാണ്. അവിടെ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഈ വർഗീയത പറയുന്ന തരത്തിലുള്ള, അശ്ലീലം കാണിക്കുന്ന തരത്തിലുള്ള ഇതെല്ലാം തന്നെ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, അതിനപ്പുറം ക്ലിപ്പുകൾ, ഈ ഒരു പ്രയോഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്നുണ്ട്. മാത്രവുമല്ല, അവിടെയും അദ്ദേഹം നിർത്തുന്നില്ല. അദ്ദേഹം പറയുന്നത് ഷാഫി പറമ്പിൽ ഇപ്പോൾ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്, നിയമ നടപടി ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആ വഴിക്ക് പോകട്ടെ, ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്ന ഒരു കാര്യമാണ്. അതായത് ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്റെ ഉമ്മയെ വരെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി, ഇല്ലാത്ത ഒരു ക്ലിപ്പിന്റെ പേരിൽ ഉണ്ടായ വിവാദം താൻ അത്രമാത്രം പഴി കേട്ടു എന്ന നിലയ്ക്കാണ്. എന്നാൽ എം വി ഗോവിന്ദൻ പറയുന്നത് അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിൽ കേസിന് പോട്ടെ, ആ കേസ് തങ്ങൾ നേരിട്ട് കൊള്ളാം. അതായത് ആ ക്ലിപ്പ് വിവാദത്തിൽ ഉറച്ചു നിൽക്കുന്നു, അങ്ങനെയുള്ള ദൃശ്യങ്ങൾ എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കെ ശൈലജ അതിൽ തിരുത്തൽ വരുത്തിയതാണ്, ദൃശ്യങ്ങൾ അല്ല ചിത്രങ്ങൾ എന്ന കാര്യമാണ് താൻ ഉദ്ദേശിച്ചതെന്ന് കെ ശൈലജ പറയുന്നു. എന്നാൽ പാർട്ടി സെക്രട്ടറി കൃത്യമായി പറയുന്നുണ്ട്, അതിൽ നിയമ നടപടി എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, തങ്ങൾ അതിനെ നേരിട്ട് കൊള്ളാം എന്ന കാര്യം കൃത്യമായി തിരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ ഈ അശ്ലീല വിവാദം അത് അതേപടി നിലനിർത്താൻ CPM തീരുമാനിച്ചിട്ടുണ്ട് എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മാത്രവുമല്ല, വടകരയ്ക്ക് പുറത്തൊരു മണ്ഡലത്തിൽ, പറഞ്ഞതുപോലെ തന്നെ പുറത്തൊരു മണ്ഡലത്തിൽ ഇത് പറയുകയും കേരളത്തിൽ തന്നെ വ്യാപകമായി ഈ ചർച്ച ഉയർത്തുക എന്ന ലക്ഷ്യം CPM-നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വടകരയെ സംസ്ഥാനത്തിൽ ഉടനീളം ചർച്ചയാക്കുകയാണ് CPIM. പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കൂട്ടരും ദൃശ്യങ്ങൾ, വളരെ അശ്ലീല ചിത്രങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കിയാണ് രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നത് എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്.